റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. സെക്രട്ടറി സാറെ തുടങ്ങാം. ഈ നമുക്ക് പാടാമെന്ന ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് എനിക്ക് ഇവരെ രണ്ടുപേരെ പരിചയമില്ല, ബാക്കി എല്ലാവരുമായിട്ട് എനിക്ക് പരിചയമാണ്. സോജി, കുമാരി സോജിയുമായി എനിക്ക് പരിചയമാണ്. നമ്മുടെ ശ്രീമതി കലാമണിയുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. മറ്റേ വേണുവേട്ടനെ കണ്ടിട്ടേ ഉള്ളൂ, നമ്മളോട് പരിചയപ്പെട്ടിട്ടില്ല. മിസ്റ്റർ അയ്യർ, അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. ഓർ ഇവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നമുക്ക് പാടാം എന്ന ഈ സൂം മീറ്റിലേക്ക് കുൽഗബദ്രാപൂർ മലയാളി സമാജത്തിന്റെ സെക്രട്ടറി എന്ന രീതിയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോം ഒരു വലിയൊരു നിലയിലേക്ക് നമുക്ക് എത്തിക്കുവാൻ ഉള്ള ശ്രമം നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. കാരണം എനിക്ക് പാട്ടുപാടി ജ്ഞാനങ്ങളും ഒന്നുമില്ല, എന്നെ സംബന്ധിച്ചില്ല. ഞാനൊരു ആസ്വാദകൻ മാത്രമേ ഒന്നും, അല്ലാതെ പാട്ടുമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ പരിപാടി വലിയൊരു പ്രോഗ്രാം ആയിട്ട് തന്നെ നമ്മള് എന്തുവാ ഈ മത്സരം പോലെ ഈ മുംബൈയിലുള്ള മറ്റുള്ള ഈ ഓഡിയേഷൻ നടത്തുന്ന പോലെ തന്നെ നമുക്ക് പുതുതായിട്ടുള്ള മലയാളി കുട്ടികളെ വാർത്തെടുക്കുവാൻ നിങ്ങളുടെയൊക്കെ ശ്രമകരമായ പരിശ്രമം ആവശ്യമാണ്, നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ്. നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി ഈ പരിപാടി മുന്നോട്ട് ഇത് വലിയൊരു വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബദ്രാപൂർ സമാജത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ ഞാൻ സംസാരിക്കുന്ന സമയം നമുക്ക് കുറവാ, കൂടുതൽ സംസാരിച്ചതിന്റെ ആവശ്യമില്ല എന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നമ്മുടെ പ്രസിഡന്റ് ജിനേഷിനെ ക്ഷണിക്കുന്നു. നന്ദി സുരേഷ് ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ ഈ കോളിൽ ലോഗിൻ ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമ്മളെ സമാജത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായ ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് പറയാൻ കാരണം നമ്മൾ ഒരു മലയാളി സമാജം എന്നുള്ള നിലയിൽ നമ്മുടെ വളരെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള മലയാളി കുടുംബങ്ങളുടെ എല്ലാവരുടെയും സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും അതുപോലെ അവർക്കൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പുമാണ് ഒരു സമാജം എന്നുള്ള നിലയിൽ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ രൂപീകരിച്ചത്. അപ്പോൾ അത് നമ്മളെപ്പോഴും പ്രവർത്തന നിരതരായി അതിൻ്റെ ആൾക്കാർ, അതിൻ്റെ വളണ്ടിയർമാർ മുന്നിലുണ്ട്. അതിനുശേഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വർഗമായിരുന്നു സ്ത്രീകൾ എന്നുള്ളത്. കാരണം വളരെ അഭ്യസ്തവിദ്യരായ കഴിവുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ മലയാളി സമൂഹത്തിൽ വെറുതെ വീട്ടിലിരിക്കുന്നു. അവരെ സമൂഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവരിക, അവരുടെ പ്രൊഡക്ടിവിറ്റി ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തനങ്ങളിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റെടുത്ത ലക്ഷ്യം. ഈ രണ്ട് ലക്ഷ്യങ്ങളും നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ തുടങ്ങി, അതിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായും നമ്മളിനി ഫോക്കസ് ചെയ്യേണ്ടത് കലാകായിക മേഖലകളിലാണ്. കലാകായിക മേഖലകൾക്ക് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വളരെ പ്രസക്തമായ ഒരു റോളുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് എപ്പോഴും ഒരു സമാജം അല്ല ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരാൾക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേരാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു മരണം നടക്കുമ്പോഴായാലും അതിൻ്റെ പ്രാഥമിക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലർക്കും പലരെയും പരിചയമില്ല, പലരെയും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ പ്രശ്നങ്ങളിലും ഒരുമിച്ച് നിൽക്കാനും കൂടെ നിൽക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അല്ലേ? നമുക്ക് പരിചയമുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ സഹായിക്കും. അപ്പോൾ അതിനുള്ള വേദികളാണ് ഈ കലാകായിക മത്സരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാനും ഒരാളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അയാൾ ഞാനും ഒരു ടീമിൽ, ഒരു ഫുട്ബോൾ ടീമിൽ കളിച്ചു കഴിഞ്ഞാൽ
ബാക്കി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് നമ്മൾ തമ്മിൽ ഒരു രമ്യതയിൽ എത്തുകയും നമ്മൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുകയും ചെയ്യുന്നു അല്ലേ? അപ്പം നമ്മൾ അകന്നു പോകുന്ന മനസ്സുകളെ കൂട്ടിയിഴക്കാൻ പറ്റുന്ന ഒരു പ്രധാന വേദിയാണ് ഈ കലാകായിക മത്സരങ്ങൾ. അപ്പോൾ കല എന്ന് പറയുമ്പോൾ നമ്മളിൽ പ്രധാനമായും സംഗീതം അതിന് വളരെ പ്രസക്തമായ ഒരു റോളുണ്ട്. സംഗീതത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. ഞാൻ തന്നെ എനിക്ക് ഞാൻ പാട്ടുകാരനല്ലെങ്കിലും പലപ്പോഴും വിഷമിച്ചിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒരു നല്ല നമുക്ക് ഈരടിയിൽ മൂളി പാടാവുന്ന ഒരു പാട്ട് പാടുന്നത്, അതിൻ്റെ ഈണത്തിലും താളത്തിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ശ്രദ്ധിച്ച് പാടുന്നത് മനസ്സിന് ഒരുപാട് ആശ്വാസം തരുന്നൊരു ഒരു 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 പ്രക്രിയയാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. അത് കലച്ചേച്ചി ആരോ എന്നോട് 2 ദിവസം മുന്നേ പറഞ്ഞു, ജിനേഷ് എല്ലാവരും പാട്ടുകാരാണ്, പാട്ടുകാരല്ലാത്തവരായിട്ട് ആരുമില്ല എന്ന് കലച്ചേച്ചി തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അത് സത്യമാണ്. എല്ലാവരിലും കുറഞ്ഞ രീതിയിലും വലിയ രീതിയിലും ഒരു ഗായകൻ ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ ഈ ഒരു കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെയുള്ള ഗായകരെ, മടിച്ചിരിക്കുന്നതും കുറച്ച് നാണിച്ചിരിക്കുന്നതുമായ എല്ലാ ഗായകരെയും മുന്നോട്ട് കൊണ്ടുവരിക. അതിന് നാണം മറന്ന് നമ്മളെല്ലാം പരിചയപ്പെട്ട് സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ് എന്നുള്ള ഭാവത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഇവിടെ പാട്ട് പാടി രസിച്ച് ആഘോഷിച്ച് കളിച്ച് അങ്ങനെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാനും, അങ്ങനെ ആ കൂട്ടായ്മയിലൂടെ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാനും, ആ സൗഹൃദങ്ങൾ വളരുന്നത് സമാജത്തിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു വളം നൽകുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പരസ്പരം പരിചയമുള്ള, പരസ്പരം അറിയുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ ഈ ഒരു നമുക്ക് പാടാം എന്നുള്ള കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ നേതൃത്വത്തിൽ, നിങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ട ആൾക്കാർ, അതിന് വഴികാട്ടേണ്ട ആൾക്കാർ, നിങ്ങളിലൂടെ നമ്മുടെ ഇവിടെയുള്ള കൊച്ചു ഗായകരെയും അതുപോലെ പാടാൻ മടിച്ചു നിൽക്കുന്നവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വലിയ വലിയ ഉയരങ്ങൾ ഈ ഒരു കൂട്ടായ്മയ്ക്ക് കീഴടക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. മറ്റുള്ള കാര്യപരിപാടികളിലേക്ക് പരിപാടി നയിക്കാനായി സെക്രട്ടറി സാറെ ക്ഷണിച്ചോളുന്നു. നമുക്ക് പിന്നെ ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ അവരുടെ കഴിവെന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഈ സോജുവിന്റെ കഴിവും പിന്നെ നമ്മൾ കലാമണി ചേച്ചിയുടെ കഴിവൊക്കെ കണ്ടിട്ടുള്ളൂ. രണ്ടുപേരുടെ കഴിവൂടെ കണ്ടിട്ടില്ല. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. അവരവര് സ്വയം പരിചയപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തരും പരിചയപ്പെടുക. അപ്പോ പിന്നെ കലാമണി ചേച്ചി ആദ്യം പരിചയപ്പെടുക എന്താണെന്നുള്ള കാര്യം. നമസ്കാരം സാർ, സുരേഷ് സാറ്, ദിലീപ് സാർ, നമസ്കാരം. ഇന്നത്തെ എനിക്ക് വളരെ ഇഷ്ടമായി ഇങ്ങനെ ഒരു നിങ്ങളൊരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്തിട്ട് ഒരു ഹെൽപ്പ് ചെയ്തിട്ട് ആർക്കൊക്കെ പഠിക്കണോ വി ആർ റെഡി ടു ടീച്ച് ദം. അത് കരോക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ആയിക്കോട്ടെ, സുഗം സംഗീത്, ഫിലിം സോങ്, എനി ടൈപ്പ് ഓഫ് സോങ്. സോ വി ആർ റെഡി ടു ടീച്ച്. അതാണ് എൻ്റെ ഇത്. ബാക്കി എല്ലാവരും എങ്ങനെ ചെയ്യണം, അത് ഇഫ് യു ഗൈഡ് us, then we are ready to teach. And for that, I'm going to sing one small song. Hope you are ready to hear. Yes, yes, yes. इस प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है. इस प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है. इस प्यार का नगमा है, कुछ पाकर खोना है, कुछ खोकर पाना है, जीवन का मतलब तो आना और जाना है. दो पल के जीवन से इस उम्र पुरानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है. इस प्यार का नगमा है. So this is the best song. So everybody should learn this type of song.
and myself, and I think everybody is ready to teach all who are willing. Thank you, sir. താങ്ക് യു ചേച്ചി. എനിക്കൊന്നു നമുക്ക് ആദ്യം ആ ഔപചാരികമായ ഉദ്ഘാടനം ഒന്ന് നടത്താം. അപ്പോൾ അതിനുവേണ്ടി Okay. നമ്മുടെ കൊച്ചു ഗായികയും പക്ഷേ പ്രശസ്തയായ ഗായികയുമായ സോജിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ Okay. നമ്മളിൽ പ്രായം കുറഞ്ഞവളും അവളാണ്. അപ്പോൾ അവള് അത് അഭിമാനത്തോടെ ചെയ്യും തന്നെ നമുക്ക് വിചാരിക്കാം. അവള് നേടിയ നേട്ടങ്ങൾ ഒരു A4 കടലാസിൽ എഴുതിയ തീരില്ല. അത്രക്കും അവാർഡുകളും ഇതും. Praise. ഫോർ ഇൻസ്റ്റൻസ്, മറാഠികളുടെ കോമ്പറ്റീഷനിൽ പോയി മറാഠി കുട്ടികളെ തോപ്പിച്ച് 1ാം സമ്മാനം വാങ്ങി വന്ന ആളാണ് സോജി. അതുപോലെ ഒരു ക്രിസ്തുമത വിശ്വാസിയായിട്ടും കൂടി ഏറ്റവും കൂടുതൽ അവൾ പാടിയിരിക്കുന്നത് അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ്. അതുപോലെ എല്ലാ രീതിയിലും വളരെ വ്യത്യസ്തയായ ഒരു ഗായികയാണ് നമ്മുടെ സോജി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സോജി ഇപ്പം അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ അവൾക്ക് താണ്ടാനുണ്ട്. അപ്പോൾ സോജി ഒരു ചെറിയൊരു ഉദ്ഘാടന പ്രസംഗവും ഒരു ഉദ്ഘാടനവും എന്നുള്ള രീതിയിൽ സോജി ഒരു പാട്ടും അവതരിപ്പിക്കും എന്ന് വിചാരിക്കുന്നു. പാട്ടിന് ജാതിയും മതവും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമുള്ള ഒരു പ്രശ്നമല്ലല്ലോ. മുഹമ്മദ് റാഫിയാന്ന് പറഞ്ഞാലും യേശുദാസ് എന്ന് പറഞ്ഞാലും ഒക്കെ വലിയ കലാകാരന്മാർ, അവർക്കൊക്കെ ജാതിയും മതവും. അതുപോലെ സോജിക്കും ജാതിയും മതവും ഒന്നും ഇല്ല. അതുകൊണ്ട് സോജി നമുക്കൊരു അഭിമാനമാണ്. പിന്നെ ബദലാപ്പുരെ സംബന്ധിച്ച് വലിയൊരു അഭിമാനം തന്നെയാണ്. സോജിയുടെ പാട്ട് നമുക്ക് കേൾക്കാം. സോജിയുടെ ബാക്കിയുള്ള മുന്നോട്ടുള്ള പ്രയാണം എന്താണെന്നുള്ളതിനെ കുറിച്ച് സോജി സംസാരിക്കും. ഓക്കെ, തുടങ്ങും. പറയൂ സോജി. സുഖം തന്നെയല്ലേ ബാക്കിയെല്ലാം? തീർച്ചയായും. ആദ്യം തന്നെ എന്നെ ഈ ഒരു മീറ്റിലോട്ട് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോടും എസ്പെഷ്യലി ജിനേഷ് അങ്കിളിനോടും ഞാൻ നന്ദി പറയുന്നു. എന്നെ അറിയാത്തവർക്ക്, ഞാൻ സൂജി മാത്യു. ബദ്ലാപൂരിൽ ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം ഇവിടെ തന്നെയാണ് ആക്ച്വലി ഞാൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഞങ്ങളൊരു ക്രിസ്ത്യൻ, ഇത് ഒരു റിലീജിയൻ ആയിട്ടല്ല, പക്ഷെ ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ പാട്ട് പാടുന്ന ആൾക്കാരോ പറഞ്ഞ കലാകാരന്മാരോ, എല്ലാവർക്കും കല കാണും. ഇപ്പം അങ്കിള് പറഞ്ഞ പോലെ ആരും അങ്ങനെ കലാകാരർ അല്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കല കാണും. പക്ഷെ അന്നത്തെ സമയം അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം കൊണ്ട് ചിലപ്പോ നമുക്ക് അത് അന്നേരം പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, നമുക്ക് നമ്മുടെ സാഹചര്യം ഒത്തെന്ന് വരത്തില്ല. സോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ബോംബെയിലായതുകൊണ്ട്, എസ്പെഷ്യലി നമ്മുടെ മഹാരാഷ്ട്രയിലായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ സംഗീതത്തെ കുറിച്ച് പഠിക്കാൻ പറ്റി. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മഹാരാഷ്ട്രയിൽ അതിലൊരു വലിയൊരു ഗുണമാണ്. നമ്മുടെ ബോംബെയില് നമ്മൾ മലയാളികളാണെങ്കിലും ഏത് ജാതി ഏത് മതമാണെങ്കിലും നമുക്ക് കഴിവുണ്ടോ എന്തുണ്ടോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലായിടത്തും ആണ്. പക്ഷെ നമ്മള് എസ്പെഷ്യലി കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കേരളത്തിലുള്ളവരും ആണ്, പക്ഷെ നമ്മൾ അകത്തിരിക്കുന്നവർ കുറച്ചുകൂടി മുന്നോട്ട് വരാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് പറ്റും തീർച്ചയായും. ഇങ്ങനത്തെയൊക്കെ ചെറിയ ഒരുപാട് കൂട്ടായ്മകൾ ഇപ്പോൾ ഒരുപാട് ഫോം ആയിട്ടുണ്ട്. സോ അത് പോസിബിൾ ആണ്, അത് ആവുന്നുമുണ്ട്. 3 വയസ്സ് മുതലാണ് ഞാൻ പാടാൻ തുടങ്ങിയത്. സോ ആദ്യം ക്രിസ്ത്യൻ പാട്ടുകളൊക്കെ പാടി അത് കഴിഞ്ഞ് എന്റെ അച്ഛനും അമ്മയും ഒക്കെ കർണാട്ടിക് മ്യൂസിക് അവർക്ക് അറിയത്തില്ലായിരുന്നു. അവരുടെ വിചാരം ഉള്ളി നമ്മുടെ മലയാളത്തിലുള്ളൂ പാട്ട്, നമ്മുടെ യേശുദാസ് സാറേ ഉള്ളൂ പാട്ട് പാടുന്നത്, വേറെ എവിടെയും പാട്ടൊന്നും ഇല്ല, അങ്ങനായിരുന്നു വിചാരം. പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് ഇവിടെ കിട്ടാതെ തോന്നുന്നു, ഞങ്ങൾക്ക് അത്ര പരിചയമില്ലായിരുന്നു. സോ ഒരു മാർഗം ഇല്ലാതാണ് ഹിന്ദുസ്ഥാനിയിലോട്ട് എന്റെ ക്ലാസ് ആക്കിയത്. പിന്നെ 7 or 8 years, when I was 7 or 8 years ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. സോ അവിടെ നിന്നാണ് എന്റെ ജേർണി സ്റ്റാർട്ട് ആയത്. മറാഠി പാടുന്നതും ഹിന്ദി പാടുന്നതും. സോ മലയാളം എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. മലയാളത്തിലോട്ട് ഞാൻ ഉള്ളി പള്ളിയിലെ പാട്ടുകൾ അല്ലെങ്കിൽ അത്രേ ഉള്ളായിരുന്നു. അല്ലാതെ സിനിമാ പാട്ടുകൾ അങ്ങനത്തെ ഒന്നും കേൾക്കാറുമില്ലായിരുന്നു. മലയാളം സംസാരിക്കാനും അത്ര നല്ലതല്ലായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ അത് ഹിന്ദി മറാഠിയിൽ തുടങ്ങി. പിന്നെ അത് 14-15 വയസ്സായപ്പം ഇതുപോലത്തെ ഒരുപാട് മലയാളി കൂട്ടായ്മകൾ, എയ്മ ആയിക്കോട്ടെ, സ്വരമഞ്ജരി മ്യൂസിക് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നാട്ടിലെ ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മള്
വയലാർ സാംസ്കാരിക വേദി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞ എന്റെ ആദ്യം മലയാളം പാട്ടെന്ന് പറഞ്ഞ മലയാളം ഭാഷ പ്രചരണ സംഘത്തിലാണ് ആദ്യമായിട്ട് ഞാൻ മലയാളം പാട്ട് ആരോവിൽ മീട്ടിൻ കൃഷ്ണകൃപാസാഗരം, പിന്നെ ലൈറ്റ് മ്യൂസിക്കൽ ജയദേവ കവിയുടെ പിന്നെ കവിതയൊക്കെ പഠിച്ചത്. അങ്ങനെയാണ് എനിക്കൊരു കോൺഫിഡന്റ് ആയത്, ഓക്കെ എനിക്ക് മലയാളം പാടാൻ ഒക്കും. അങ്ങനെ ഇവിടെ ബദ്ലാപൂർ മലയാളി സമാജത്തിൽ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. അംബർനാഥിലായിരുന്നു അതിന്റെ ഫസ്റ്റ് ഓഡിഷൻ, പിന്നെ ചെമ്പൂരിലായിരുന്നു എനിക്ക് അവിടെ ഫസ്റ്റ് കിട്ടിയായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ മലയാളത്തിലോട്ട് കയറിയത്, ഒരു കോൺഫിഡൻസ് കിട്ടിയത്. പിന്നെ മുന്നോട്ട് പിന്നെ മലയാളം നമ്മൾ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മലയാളം ഇങ്ങനെ നമുക്ക് കഴിവുണ്ടെന്ന്, ചെറിയ കഴിവുണ്ട്, ആ കുട്ടി പാടും, അങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് അയ്യപ്പ ഭക്തി ഗാനങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ. സോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി നമ്മളിപ്പം നമ്മൾ പാടുമ്പം സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ ബൗണ്ട് ആക്കുന്നില്ല. ഇപ്പൊ എനിക്കൊരു പാട്ടറിയാം, ഞാൻ അത് പാടിയിടുന്നുണ്ട്. സോ ആ ഒരു കറേജ് നമ്മൾ കാണിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷൈ ആകാതെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടിൽ, ഇപ്പൊ ഈ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇതിനകത്തിൽ പാട്ടിനോട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ ഞാൻ പാടത്തില്ല, കുറച്ച് ഷൈ ഉള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ അല്ലെങ്കിൽ കഴിവുള്ള പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. ഒരുപാട് കുട്ടികളും ബഡിങ് ടാലൻസും അതേപോലെ പ്രായമുള്ള ആൾക്കാരും ഉണ്ട്. സോ അവർക്കെല്ലാം ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണിത്. കാരണം നമ്മളൊരു പാട്ട് പാടിയിടുന്നു, ഇപ്പം ഒരു മലയാളം പാട്ട് പാടിയിട്ടു, അത് ആ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആ ഗ്രൂപ്പിലുള്ള എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം ഈ പാട്ട് നമ്മുടെ കാണും. അതിനകത്ത് നമുക്ക് പോസിറ്റീവ് കമന്റ്സ് കിട്ടും, നന്നായിട്ട് പാടിയല്ലോ, അല്ലെങ്കിൽ അപ്പൊ നമുക്ക് തന്നെ അതൊരു ഏറ്റവും വലിയ എൻകറേജ്മെന്റ് ആണ്. അതേപോലെ തന്നെ നല്ലതിന്റെ കൂടെ തന്നെ ഒരുപാട് ഇപ്പം ഇവിടെ ഒരുപാട് ഇപ്പം കലാമണി ആന്റി ആയാലും ബാക്കി എനിക്ക് രണ്ടുപേരെ അറിയില്ല, നമുക്ക് കേൾക്കുമ്പോ ഇവരുടെ പാട്ടിന് ഇങ്ങനത്തെ കുഴപ്പമുണ്ട്, സോ നിങ്ങൾ ഇതൊന്ന് ശരിയാക്കിക്കോളൂ കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ പാടുമ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുകൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ മിസ് ഔട്ട് ആയി പോകുന്നുണ്ട്. നിങ്ങൾ ഇത് പാടുമ്പോൾ മലയാളത്തിൽ ഇത് ശ്രദ്ധിക്കും. ഞാൻ അങ്ങനെയാണ് എന്റെ മലയാളം സംസാരം എനിക്കറിയില്ല, പക്ഷെ പാട്ട് ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെയാണ്. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് എന്റെ മലയാളത്തിൽ നടന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്, സോഷ്യൽ മീഡിയ പ്രോഗ്രാംസ്, സോഷ്യൽ മീഡിയ കോമ്പറ്റീഷൻസ്. കാരണം നമ്മളിപ്പോ ഒരു പാട്ട് കദളി വനങ്ങൾക്കരികിലല്ലോ കടത്ത നാടൻ, ഈ കടത്ത നാടൻ നമ്മള് പ്രൊനൗൺസിയേഷൻ എന്തുവാണോ, നമ്മള് ബോംബെയിലൊക്കെ താമസിച്ച കുട്ടികളായതുകൊണ്ട് നമ്മുടെ പ്രൊനൗൺസിയേഷൻസ് അത്ര നല്ലതല്ല. സോ ഇത് വ്യൂവേഴ്സ് കിട്ടുമ്പം ഇപ്പൊ അത് നല്ലൊരു വ്യൂവേഴ്സ് 4 to 5 lakhs വ്യൂവേഴ്സ് ആകുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്, പോസിറ്റീവ് ചെയ്യുന്ന പോലെ തന്നെ നെഗറ്റീവ് 2-3 എണ്ണം കാണും. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ഇത് അടുത്ത പ്രാവശ്യം മോള് പാടുമ്പോ ഉണ്ടല്ലോ കടത്ത നാടൻ, അല്ലെങ്കിൽ ഇനിതി, റാ, രാ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ പഠിക്കാൻ കിട്ടും. അത് നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുമ്പം ഇത് പോസിബിൾ അല്ല, നമ്മൾ ആ പാട്ടെടുക്കുക, ഈ പാട്ടെടുക്കുക, ഹിന്ദുസ്ഥാനി എടുക്കുക, കർണാട്ടിക് എടുക്കുക, ഇതെല്ലാം നമ്മൾ ഒറ്റ ഒരു സ്ഥലത്തിൽ പോയി അവിടെ പാടുക എന്ന് പോസിബിൾ അല്ല ഒരിക്കലും. അതൊരു ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. സോ നമ്മൾ പാട്ട് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പാടുമ്പം ഇപ്പൊ ഈ ഗ്രൂപ്പിലെ ഒരുപാട് ആൾക്കാരൊക്കെ വരുമ്പം നമുക്ക് ഓരോ കോമ്പറ്റീഷൻസ്, ചെറിയ കോമ്പറ്റീഷൻസ് ഒക്കെ വെക്കാൻ ഒക്കും. പറഞ്ഞ തീം അനുസരിച്ച് ഇപ്പം പി ജയചന്ദ്രൻ ഹിറ്റ്സ്, യേശുദാസ് സർ ഹിറ്റ്സ്, എം ജയചന്ദ്രൻ ഹിറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഹിന്ദിയിലെങ്കിൽ ലതാ മങ്കേഷ്കർ ഹിറ്റ്സ്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് പഠിക്കാനും ആ പാട്ടുകളെ കുറിച്ച് അറിയാനും പറ്റും. നമ്മൾ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ പറഞ്ഞു ഒരു സിനിമ വന്നു അങ്ങനെ ഉണ്ടാക്കുന്നതല്ല, അതിന് ഒരുപാട് കാര്യങ്ങളും കഥയും എല്ലാം ഉണ്ട്. സോ ഇപ്പൊ ഒരു പാട്ടിടുമ്പം നമ്മൾ അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻ ചെയ്ത് ഇത് ഇങ്ങനായിരുന്നു ഈ പാട്ട്, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ നമുക്ക് ഇത് ഇങ്ങനെയാണ് ഈ പാട്ടുകളുണ്ട്, അപ്പൊ അത് ബാക്കിയുള്ളവർക്കും അത് ഉപകാരമാവും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും, കഴിവുള്ളവരും പാട്ടിനോട് ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാവരും ഈ ഗ്രൂപ്പിൽ നല്ലതായിട്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കലാകാരന്മാരെ, നമ്മുടെ ബദ്ലാപൂരിൽ തന്നെ ഉള്ള നല്ല കലാകാരന്മാരെ നമുക്ക് കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ബദ്ലാപൂരില് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ അവരിപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പുറകോട്ടിരിക്കുന്നു. പറഞ്ഞാൽ
ഷൈ ആയിരിക്കാം, പക്ഷെ നമ്മളെ ഒരു സ്റ്റേജിൽ പറഞ്ഞ ദൂരെ പോകുന്നതിന്റെ മടിയായിരിക്കാം. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോംസ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരുപാട് കലാകാരന്മാർക്ക് അതിന്റെ പ്രോത്സാഹനമാവും. അതേപോലെ തന്നെ ഒരുപാട് പഠിക്കാനും പറ്റും. അതാണ് എനിക്ക് തോന്നുന്നത്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദിസ് ഗ്രൂപ്പ്. ആൻഡ് ഞാനിപ്പോ ഒരു പാട്ട് പാടാം. ഹിന്ദിയാണ് പാടുന്നത്. ഒരു മിനിറ്റ്. അതെ അങ്കിളെ, പറഞ്ഞോളൂ. അതെ അതെ. പിന്നെ നമ്മള് ഈ ഒരു കാര്യം ഞാൻ മറന്നുപോയി. മലയാളത്തിന്റെ ഭാവഗായകൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 2-3 ദിവസമായുള്ളൂ. അദ്ദേഹത്തിന് ഓർക്കാതെ നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം പാട്ട് തുടങ്ങുന്നതിലെ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്, സമാജത്തിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അങ്കിളെ, പാട്ട് വേറെയാണോ പാടിയത്, അതോ പി ജയചന്ദ്രൻ അങ്കിളിന്റെ എന്തെങ്കിലും ആണോ പാടിയത്? ജയചന്ദ്രന്റെ പാട്ട്, ജയചന്ദ്രൻ സാറിന്റെ പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, എനിക്ക് ഇച്ചിരി സമയം വേണം ലിറിക്സ് എടുക്കാൻ. ഇച്ചിരി സമയം വേണം. അനുരാഗാൻ ലിറിക്സ് കിട്ടുന്നു, ഒരു മിനിറ്റ്. ഹലോ അങ്കിളെ, എന്റെ ലിറിക്സ് എടുത്തിട്ട്, കാരണം എന്റെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിറിക്സ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പേ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടിയിട്ട് ഇച്ചിരി സമയം എനിക്ക് തന്നെ ഞാൻ പി ജയചന്ദ്രൻ സാറിന്റെ പാട്ട് പാടാം. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ. नैनों के द्वारे आने के वादे बांधे ऐसे बोलो काहे, चौखट पे दिल की आहट रखी है, आँखों पे है तोरे खाए, उन बिन उन्हें मनाए, उन बिन कभी जो उनको रिझाए, उन बिन चले है मोरा ये जिया, है बहे नैना भरे मोरे नैना, झरे मोरे नैना, मोहे नैना सुने नहीं कहना, भरे मोरे नैना, बहे नैना भरे मोरे नैना, झरे मोरे नैना, मोहे नैना सुने नहीं कहना, भरे मोरे नैना. ഹലോ, അടുത്ത പാട്ട് പി ജയചന്ദ്രൻ സാറിന്റെ ഞാൻ പാടാം. ലിറിക്സ് ഒന്ന് എടുക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ഉടനെ പാടാം. അപ്പോഴത്തേക്ക് നമുക്ക് വേണുവേട്ടനിലേക്ക് പോവാം. വേണുവേട്ടാ. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച മറ്റേ ജിനേഷിനും സുരേഷിനും മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ആദ്യമേ നന്ദി പറയട്ടെ. കാരണം മലയാളി കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുന്ന തന്നെ, കാരണം പാട്ട് പാടാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ജിനേഷ് പറഞ്ഞു എല്ലാവരിലും ഒരു ചെറിയൊരു കലാകാരന്മാര് പൊളിഞ്ഞടപ്പുണ്ട്. അത് കലച്ചേച്ചി പറഞ്ഞതാ കേട്ടോ, ഞാനത് കോപ്പി അടിച്ചതാ. എല്ലാറ്റിലും ചെറിയ രീതിയിലൊരു 10% ശരി, 20%, 50% ഉണ്ടാവും. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള അവരുടെ ഒരു ഷൈനസ് അത് മാറ്റിയിട്ട് ഇതേപോലുള്ള പ്ലാറ്റ്ഫോം മുഖാന്തരം
നമുക്കത് കൊണ്ടുവരണം. അങ്ങനെയുള്ള ആൾക്കാരെ അവരെ പോഷിപ്പിക്കുക. അവരെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൂടെ മറ്റുള്ള ആൾക്കാർക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയയില് സോജി പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാർക്ക് പരിചയപ്പെടുത്തണമെങ്കിൽ അവർക്ക് അത് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. അതുപോലെ പാട്ട് പാടാനുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശം പാട്ട് പഠിച്ച ആൾക്കാർ ക്ലാസിക്കലായാലും ശരി, ഹിന്ദുസ്ഥാനിയും ശരി, കർണാടിക്കലും ശരി, അവർ മുഖാന്തരം അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ട് സ്വരസ്ഥാനങ്ങളും എല്ലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ആദ്യമേ തന്നെ ഞാനൊരു ചെറിയൊരു ഗണപതിയുടെ ശ്ലോകം പാടിയിട്ട് ഞാൻ പിന്നെ ഒന്ന് സംസാരിക്കും. Can I use mic? Hello? Okay, thank you. वक्रतुण्ड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे सर्वकार्येषु सर्वदा. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. तस्मै श्री गुरवे नमः. വേണോട്ടാ, മൈക്കില് സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞോട്ടാ. അവസാനാകുമ്പോ മൈക്ക് ഒന്ന് ഡിസ്കണക്ട് ആയി. ഓക്കെ. അപ്പം പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ടാലന്റഡ് ആൾക്കാരെ അവർ മുന്നോട്ട് കൊണ്ടുവന്ന് ഇതേപോലത്തെ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പരിചയപ്പെടുത്താം. അതിന് വേണ്ടി എന്നിൽ നിന്ന് എന്തെല്ലാം നിങ്ങൾക്ക് വിത്തൗട്ട് ഇനി ഇത് മറ്റേ ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ കഴിയുന്ന സഹായമെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്നുണ്ടാവും. ഈ പ്ലാറ്റ്ഫോം ഒരുപാട് മുന്നോട്ട് പോട്ടെ, നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ആശയോടെ ഭഗവാന്റെ ആശീർവാദത്തോടെ തുടങ്ങട്ടെ എന്ന് ആശീർവദിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വേണുവേട്ട. വേണുവേട്ടൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേണുവേട്ടൻ കച്ചേരികളും മറ്റും ഒക്കെ നിരവധി അവതരിപ്പിക്കുന്നതാണ്. ഇപ്പം അമ്പർനാഥിൽ കച്ചേരി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണന്റെ മുന്നിൽ തന്നെ കച്ചേരി പാടാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി. അതിലപ്പുറം നമ്മൾ അറിയാത്ത എന്തൊക്കെയാണ് വേണുവേട്ടൻ്റെ അച്ചീവ്മെന്റ്സ് എന്നും കൂടെ ഒന്ന് പറയാമോ? അത് പക്ഷേ പ്രയോജനമായിരുന്നു. അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി മ്യൂസിക് ഒന്നും പഠിക്കാത്തൊരു ആളാണ്. പക്ഷേ ദാസേട്ടൻ അതേപോലെ മുഹമ്മദ് റഫി സാബ് അവരെല്ലാം എൻ്റെ ആത്മാവെന്ന് പറയാം, എൻ്റെ ശരീരത്തിൽ കുടിയേറിയുള്ള ആൾക്കാരാണ് വരുന്നത്. ദാസേട്ടനായാലും ശരി, റഫി സാബാണ്. അവരുടെ പാട്ടുകളാണ് ഞാൻ മോസ്റ്റ്ലി എല്ലാ സൈഡിലും ഞാൻ ഇവിടെ എല്ലാ അവസരം കിട്ടുന്ന അവരുടെ പാട്ടുകളാണ് ഞാൻ പാടാറ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തികളിൽ നിന്നാണ് അവര് ചെയ്യുന്ന അത് മാക്സിമം നമുക്കത് 100% നമുക്ക് ഒരിക്കലും അത് അവരുടെ ആ ലെവലിൽ നമ്മൾ ഒരിക്കലും എത്താൻ പറ്റില്ല. അത് കാരണം അവര് ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ക്ലാസിക്കൽ പഠിക്കാത്ത ആളാണ്. അപ്പൊ അതിന്റെ പല വൈകല്യങ്ങളും എൻ്റെ പാട്ടുകളിൽ ചെറുതായിട്ട് ഉണ്ടാവും. അത് സംഗീതം അഭ്യസിച്ച ആൾക്കാർക്ക് ശരിക്കും അതറിയാതെ നമുക്ക് തോന്നുന്നു ഞാൻ പാടുന്നത് ശരിയാന്ന്. പക്ഷെ ഞാൻ തന്നെ എൻ്റെ തെറ്റുകൾ ഞാൻ ഒരുപാട് തിരുത്താൻ
എൻ്റെ യൂട്യൂബ് ചാനലിലും പറയാറുണ്ട്. കാരണം എൻ്റെ ഏതെങ്കിലും പാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശരിക്കും കമന്റ് ചെയ്യണം. കാരണം അപ്പോഴാണ് എനിക്കത് അടുത്ത ഏതെങ്കിലും ഒരു പാട്ടിൽ അത് തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ. തെറ്റാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ട്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, സൂപ്പർ ഡൂപ്പർ, അതൊക്കെ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ബട്ട് അതേപോലെ തന്നെ എന്തെങ്കിലും, അതായത് എൻ്റെ ആലാപന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്നെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം പറയാറുണ്ട് ഞാൻ അവരോട് പ്രത്യേകിച്ച്. കാരണം അടുത്തുള്ള ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെയുള്ള പാട്ട് പാടുന്നത് ക്ലാസിക്കലായാലും ശരി, എല്ലാ സെമി ക്ലാസിക്കലായാലും ശരി, അല്ലെങ്കിൽ നോർമൽ മെലഡി സോങ്സ് ആയാലും ശരി, അതിന്റെ ആത്മാവിലേക്ക് മാക്സിമം ഇറങ്ങി ചെന്നിട്ട്, അതായത് ആ പാട്ടിനെ എങ്ങനെയെല്ലാം നമുക്ക് ഏതെങ്കിലും, ഞാൻ ഡിവോഷൻ സോങ്സ് പാടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭഗവാന്റെ രൂപമല്ലാതെ മറ്റേ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. ആ ഭഗവാന്റെ രൂപങ്ങള്, ഭഗവാനെ എങ്ങനെയെല്ലാം അതിൽ വർണ്ണിച്ചിരിക്കുന്നു, ആ രൂപത്തോട് കൂടിയിട്ടാണ് ഞാൻ പാടുന്നത്. മാക്സിമം ഞാനത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെയും ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അത് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യും. കാരണം എൻ്റെ ക്രിട്ടിക് എന്ന് പറയുന്നത് ആദ്യം എൻ്റെ ഭാര്യയാണ്. അവര് പറയും, വേണേട്ടാ അത് ശരിയായിട്ടില്ല, അവിടെ ശരിയായിട്ടില്ല, അവിടെ ശരിയാക്കണം, ഇത് അങ്ങനെയല്ല പാടേണ്ടത്, അങ്ങനെ പാടണം, ഇങ്ങനെ പാടണം. അവര് മ്യൂസിക് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കേട്ടിട്ട് പറയും വേണേട്ട ഇത് പാടി ശരിയായിട്ടില്ല എന്ന്. അപ്പൊ അവര് പറയുന്നത് കേട്ടിട്ട് ഞാൻ വീണ്ടും വീണ്ടും അത് പിന്നെ ഏതെങ്കിലും ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യും. അവരോട് ഞാൻ ചോദിക്കും, ഈ പാട്ട് കേട്ട് നോക്കൂ, എന്നിട്ടിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഞാൻ. അതുപോലെ എവിടെയെല്ലാം ഭാവത സപ്താഹത്തിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കംപ്ലീറ്റ് അവിടെ ഇരുന്ന് ഞാൻ 10-16 പാട്ട് പാടാൻ കൃഷ്ണന്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടി. അവിടെയുള്ള ഒരു ആചാര്യൻ മുഖേന ഞാനൊരു സപ്താഹം കേൾക്കാനുള്ള പാട്ട് അപ്ലോഡ് ചെയ്തിരുന്നു ഒരു 10 ദിവസം മുന്നേ. അത് അദ്ദേഹം കേട്ടു. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ എന്നെ പാടാൻ ക്ഷണിച്ചത്. അത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ പാടാൻ പോയതും അതെല്ലാം ഭഗവാനെ പറ്റി പാടാനുള്ള ഒരു അവസരം കിട്ടിയതും ഒരു നല്ലൊരു ഇതായിരുന്നു. അതൊന്നും മറക്കാൻ, എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന കോടിക്കണക്കിന് രൂപയെക്കാട്ടിലും എത്രയോ വില മതിക്കപ്പെടുന്ന ഒരു ഇതാണ് സംഗീതത്തിൽ ഇത് കിട്ടുന്നല്ല. അതിൽ പൈസ ഒന്നും പ്രശ്നമല്ല. ഞാൻ എവിടെ പോയാലും പൈസ ചോദിക്കാറുമില്ല. എനിക്ക് ഇത്ര വേണം, പൈസ വേണം, അത്ര വേണം. ഒരിക്കലും ഞാൻ പൈസ ചോദിച്ചില്ല. പൈസയ്ക്ക് വേണ്ടി ഞാൻ പാട്ട് പാടാറുമില്ല. കാരണം പൈസ അത് സെക്കൻഡേ വരുന്നത്. കാരണം നമ്മൾ സംഗീതത്തിനോട് എത്രമാത്രം അറ്റാച്ച് ആയി പാടുന്നോ അതാണ് ആൾക്കാർ, അതിനുള്ള വില നമുക്ക് പിന്നെ കിട്ടും. അതാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ട്. കാരണം ഞാനിപ്പം പല സ്ഥലത്തും, എത്രയോ സ്ഥലത്ത് ഏകദേശം 2000-3000 പല അങ്ങനെ അയ്യപ്പന്റെ പാട്ടുകളും അങ്ങനെ സീസണിലൊക്കെ പാടിയിട്ടുണ്ട് ഈ 10-14 കൊല്ലം. പക്ഷെ ആ സ്ഥലത്തുനിന്ന് ഞാൻ എനിക്ക് ഇത്ര പൈസ വേണം, അത്ര പൈസ വേണം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ തന്നെങ്കിൽ വാങ്ങിക്കുമില്ലെങ്കിൽ ഞാൻ ഒരു കംപ്ലൈന്റ് ഇല്ല. പാടാൻ കിട്ടിയൊരു സന്ദർഭം എനിക്ക് കിട്ടില്ല, ഭഗവാൻ ഒരുക്കി തന്നില്ലേ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു സംഗതി. എത്രയോ കൊല്ലങ്ങളായിട്ട് ഗുരുവായൂരില് അവിടെ തൊഴാൻ പോകുന്ന സമയത്ത് ഞാൻ നോക്കി നിന്നിട്ട് ആൾക്കാർ പാടുന്ന സമയത്ത്, ഭഗവാനെ എന്തെങ്കിലും ഒരു സമയത്ത് എനിക്ക് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എനിക്ക് പാടാൻ പറ്റുമോ, അത് ഭഗവാൻ സാധിച്ചു തന്നു. അത് ഭഗവാനോട് കോടി കോടി പ്രണാമം. അതുപോലെ തന്നെ ഇപ്പൊ ഈ സപ്താഹത്തിൽ പാടാൻ കിട്ടിയത് അതും ഭഗവാന്റെ ഒരു മായയാണ്. അല്ലാതെ എൻ്റെ വൈഭവങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കഴിവോ അല്ല, അത് ഭഗവാൻ അനുഗ്രഹിച്ച് തന്ന ഒരു കഴിവാണ്. എനിക്ക് അതിവിടെ യൂസ് ചെയ്യാൻ, ചെറിയ രീതിയിൽ എനിക്ക് അത് യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അത്രമാത്രം ഞാൻ പറയുന്നു. സംഗീതത്തിന് ഒരിക്കലും ഞാനത് വിൽക്കാനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും പല ആൾക്കാരായിട്ട് എൻ്റെ കൂടെ പാടുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, പൈസ കിട്ടും വിചാരിച്ചിട്ട് എൻ്റെ കൂടെ വരരുത്. പൈസ ഒരിക്കലും കിട്ടുന്ന വിചാരിച്ചു, പക്ഷെ കിട്ടുകയാണെങ്കിൽ ഞാൻ തരും, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല. ഞാൻ വാങ്ങിക്കുന്ന പൈസ നിങ്ങൾക്ക് ജിനേഷിന് അറിയാം. ലാസ്റ്റ് ടൈം അയ്യപ്പൻ്റെ ഇവിടെ കിട്ടിയ പൈസ ഞാൻ അവിടെ നിന്ന് 1 രൂപ വാങ്ങിച്ചത്, ബാക്കിയുള്ള പൈസ ഞാൻ അവിടെ കൊണ്ടിട്ടു. കാരണം പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പാടുന്നു. അതിൽ കിട്ടുന്ന ഭഗവാനെ വാഴ്ത്താൻ പറ്റുന്ന പാട്ടുകൾ പാടുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അത് മറ്റൊന്നിലും ഇല്ല. അതാണ് ഞാൻ എപ്പോഴും അനുഭവിക്കുന്നത്. അത്രേ പറയാനുള്ളൂ. വരാൻ പോകുന്ന കുട്ടികളെ ഈ പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം എൻ്റെ സൈഡിൽ നിന്ന് വേണോ അതെല്ലാം ജിനേഷിനും സുരേഷിനും ഈ കൂട്ടായ്മയ്ക്കും ഞാൻ എപ്പോഴും തുണയായിട്ടുണ്ടായിരിക്കും. എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. വിഷ് ഓൾ ദി ബെസ്റ്റ്. എല്ലാം നന്നായി നടക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. കേട്ടോ താങ്കളെ വിലയേറിയ അഭിപ്രായങ്ങള്, പിന്നെ പൈസ വാങ്ങാതെ തന്നെ നിങ്ങൾ ആ കലയോടുള്ള അത്രത്തോളം ആത്മാർത്ഥതയും അത്രത്തോളം ആ കലയെ എത്രത്തോളം മനസ്സിലേറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലായി. താങ്ക് യു. അങ്ങനെ തന്നെ വേണം. അടുത്ത
ശ്രീ നാരായണ അയ്യർക്ക് എന്തെങ്കിലും പറയാനോ, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓക്കെ അദ്ദേഹവും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഞാൻ പറയാം. തുടർന്ന പരിപാടിയിലേക്ക് കടക്കാം. സുരേഷ് ഏട്ടാ 2 മിനിറ്റ്. അപ്പോൾ നാരായണൻ അയ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ മണി എന്ന് വിളിക്കും സ്നേഹത്തോടെ. അദ്ദേഹം വളരെ ഹമ്പിളാണ്, സ്വന്തം പുകഴ്ത്തിയിട്ടൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം ഓക്കെ വളരെ ഹമ്പിളായ, പക്ഷേങ്കിൽ ഞാൻ നേരത്തെ കലാകായികം എന്ന് പറഞ്ഞതല്ലേ, കലയും കായികവും രണ്ടിലുള്ള ആളാണ് അദ്ദേഹം. ഒരു ക്രിക്കറ്റ് കളിക്കാരനും കൂടിയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി കപ്പ് വെക്കാൻ ഇനി സ്ഥലമില്ല. കുറേ കപ്പുകൾ ക്രിക്കറ്റിൽ നിന്ന് വാങ്ങിയതും പിന്നെ പാട്ടുകളിൽ നിന്ന് കിട്ടിയ കപ്പുകളും ഒക്കെ ആയി കുറേ. അപ്പോൾ നമുക്ക് രണ്ടിനും ഒരു മുതൽക്കൂട്ടാണ് മണി. നമ്മുടെ പിന്നെ കഴിഞ്ഞ ആനുവൽ ഫംഗ്ഷനിൽ പാടിയിട്ടുണ്ട്. ഈ സിൽവർ ജൂബിലിക്കും അദ്ദേഹം പാടാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ യങ്സ്റ്റേഴ്സിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ മണിയുടെ പ്രസൻസ് നമുക്ക് വളരെ പ്രയോജനപ്പെടും. മണി, ഓവർ ടു യു. Okay, good evening, everyone. And first of all, thank you, Jinesh, for considering me to contribute something to this group. Uh, I can understand Malayalam thoroughly, but because of a lack of practice, I am not able to respond maybe in Malayalam, but I can understand thoroughly. And moreover, I'm working for a private limited company for the last 15 years and into finance. And as Jinesh said, that my biggest 2 passions are music and cricket. So my weekends are almost with these 2 things only. So I once again want to thank everyone and especially Jinesh for considering me to contribute in some or the other way, and I'll do my best. That's all I can say. ഒരു Thank you. പാട്ട് വേണ്ടേ? Sure. I'll sing Rafi Saab song. कोई always Great. yes, always. कोई नगमा कहीं गूंजा कहाँ दिल में ये तू आई, कहीं चटकी कली कोई मैं ये समझा तू शर्माई, कोई खुशबू कहीं बिखरी लगा ये जुल्फ लहराई, लिखे जो खत तुझे वो तेरी याद में हजारों रंग के नजारे बन गए, सवेरा जब हुआ तो फूल बन गए, जो रात आई तो सितारे बन गए, लिखे जो खत तुझे. Thank you. അങ്കിളെ, സുരേഷ് അങ്കിള് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാടിക്കോളൂ, ഹലോ, പാടിക്കോളൂ. യെസ്, ജയചന്ദ്ര സാറിന്റെ. കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഞാൻ പാടാൻ പോകുന്ന പാട്ട് MK അർജുനൻ മാഷ് സംഗീതം ചെയ്ത പാപ്പനംകോട് ലക്ഷ്മണൻ സർ ലിറിക്സ് എഴുതിയ വരികൾ എഴുതിയ ആനന്ദഭൈരവി എന്ന രാഗത്തിൽ കമ്പോസ് ചെയ്ത പഴനിമല കോവിലിലെ പാൽക്കാവടി എന്ന ഗാനമാണ്. പി ജയചന്ദ്രൻ സാറാണ് പാടിയിരിക്കുന്നത്. പിക് പോക്കറ്റ് എന്ന സിനിമയിലാണ് ഈ ഗാനം. അനുപല്ലവി മുതൽ പാടാം. അന്നക്കാവടി അഗ്നിക്കാവടി അഭിഷേക കാവടി കാവടി കന്നിക്കാവടി കളഭ കാവടി കർപ്പൂര കാവടി കാവടി വേൽ മുരുകാ ഹരോഹര ശ്രീ മുരുകാ ഹരോഹര ആറുമുഖ ഹരോഹര ആദിരൂപ ഹരോഹര പഴനിമല കോവിലിലെ പാൽക്കാവടി ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി വേൽ മുരുകാ ഹരോഹര ശ്രീ മുരുകാ ഹരോഹര ആറുമുഖ ഹരോഹര ആദിരൂപ ഹരോഹര. പി ജയചന്ദ്രൻ സാറിനെ സ്മരിച്ചുകൊണ്ടാണ് ഈ ഗാനം പാടുന്നത്. താങ്ക് യു സോജി. കലച്ചേച്ചിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ?
മ്യൂട്ടിലാണ്, മ്യൂട്ടിൽ. ഒരു മിനിറ്റ് അൺമ്യൂട്ട് ആക്കാം. No, it's okay. ആ What everybody said, I agree. നമ്മളെല്ലാവരും ചേർന്നിട്ട് എന്തെങ്കിലും ഈ പ്ലാറ്റ്ഫോം will come forward and to help others who are ready to change. We are there to help them. ഓക്കെ, ജിനേഷ്, ഒരു കാര്യം കൂടെ പറയാണ്ടായിരുന്നു. പറയൂ സാർ. അത് ഇതുവരെ പറയാൻ പറ്റിയില്ല, കാരണം കൊണ്ട് ഞാൻ മറന്നുപോയത്. കാരണം ഈ അടുത്ത കാലത്ത് 2 മാസം മുന്നേ ഇവിടെ ബദലാപൂരിലെ KSB പറഞ്ഞ ഫംഗ്ഷൻ നടന്നിരുന്നു. കറോക്കെ സിംഗേഴ്സ് ബദലാപൂർ പറഞ്ഞ ഫംഗ്ഷൻ. ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ അത് മറാഠി ഹിന്ദി പാട്ടുകളെ പാടുന്നു. അപ്പൊ അവിടെ എനിക്ക് പാടാൻ ഒരു ചാൻസ് കിട്ടി അവിടെ. അങ്ങനെ ടോപ്പ് 25-ല് ഞാനും വന്നു, അയ്യരും വന്നിരുന്നു. മറ്റേ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആള് ആദ്യം വന്നിരുന്നു, മണി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് ആദ്യം അയക്കുന്നത് കലാമേഡത്തിനായിരുന്നു. കാരണം അവര് മുഖാന്തരമാണ് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. അപ്പൊ കലാമേഡം പറയുന്ന പാട്ടുകളാണ് ഞാൻ ഓൾമോസ്റ്റ് അവിടെ പാടിയിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഗൈഡ് ലൈൻസ് അത് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലുണ്ടല്ലോ. കാരണം അവരെ പോലുള്ളൊരു കലാകാരി ആയാലും ശരി, പാട്ട് പാടുന്ന ഒരാള് നമുക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ഞാൻ പാടിയ പാട്ടുകൾക്കെല്ലാം അവര് പറഞ്ഞ്, വേണുജി ഈ പാട്ട് പാടൂ, കാരണം നിങ്ങളുടെ സൗണ്ടിന് ഈ പാട്ടാണ് മാച്ച് ആവുന്നത്. അങ്ങനെ ദാസേട്ടന്റെ പാട്ടുകളാണ് 2-3 ഞാൻ പാടിയിട്ടുള്ളത്, ഹിന്ദി പാട്ടുകൾ ഞാൻ അവിടെ പാടിയിട്ടുള്ളത്. അപ്പോ കലാമേഡത്തിന് ആദ്യമേ നന്ദി പറയുന്നു. കാരണം അവരുടെ വലിയൊരു സന്മനസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പാടാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് മാഡം, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഗൈഡ് ലൈൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. താങ്ക് യു. It's the grace of God to you. It's the grace of God. താങ്ക് യു, താങ്ക് യു. ചേട്ടനെ ഗൈഡ് ചെയ്ത പോലെ തന്നെ നമ്മളെല്ലാവരും ഗൈഡ് ചെയ്യാൻ റെഡിയാണെന്ന് കലച്ചേച്ചി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ പാടാം നമുക്ക് പാടാം എന്നുള്ള കൂട്ടായ്മയുടെ നേതൃത്വം കലച്ചേച്ചി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ചേച്ചി തീർച്ചയായും, തീർച്ചയായും. തീർച്ചയായും sir. Whatever possible, I will help. ഓക്കെ, I am very much interested to help. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി എന്തെങ്കിലും സോജി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. ഇതുപോലെ തന്നെ പാടാം, നമുക്ക് പാടാം. വീണ്ടും അതുപോലെ വീണ്ടും പാടാം. സോജി പക്ഷെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചില്ല കേട്ടോ. അതെ, ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്റ്റാർട്ടില്ലേ? അതെ, കലാമണി ഇന്ത്യ ഉണ്ട്, ബാക്കി വേണുഗോപാൽ അങ്കിൾ ഉണ്ട്, പിന്നെ നാരായൺ ചേട്ടനുണ്ട്. അങ്കിളാണോ? ചേട്ടനോ? പുറകെ നമ്മ ഗൈഡ് ചെയ്യുന്നുണ്ടല്ലേ അമ്മ കാരണം സംസാരിക്കാൻ കുറച്ച് പുറകോട്ടാ ഞാൻ. അല്ല, സോജി തുടക്കത്തിൽ സംസാരിച്ചത് വളരെ നന്നായി. ഫോർ യുവർ ഏജ് യു സ്പോക്ക് വെരി വെൽ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഐ തിങ്ക് ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ എന്റെ ഇവിടെ പഠിക്കുന്നുണ്ട്. സോ അവർക്ക് ലക്ഷ്മി ആയാലും അഹാനയൊക്കെ ആയാലും അവരൊക്കെ നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്, നന്നായിട്ട് പാടും. പക്ഷെ അവരുടെ ടാലന്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റേജുകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അവരൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ബദലാപുരി തന്നെ നന്നായിട്ട് പാടുന്നു. സോ അവരൊക്കെ ഈ ഗ്രൂപ്പിൽ വരണം, അവര് പാടണം, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോജി. എന്റെ ഒരു അഭിപ്രായമാണ്, നമ്മളിപ്പോ ഈ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ 4-5 പേരേ ഉള്ളൂ. പക്ഷെ അതുപോലെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നമുക്ക് സമാജത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമുക്ക് ഈ പരിപാടി ഒന്ന് വിപുലമായ ഒരു രീതിയിൽ ഒന്ന് നടത്തണമെന്ന് എന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കാരണം നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്നുകൂടെ വിപുലീകരിച്ചിട്ട്, കാരണം നമ്മുടെ കൊച്ചു കലാകാരന്മാരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓഡിയൻസിനെയൊക്കെ പങ്കെടുപ്പിച്ച് പ്രധാനപ്പെട്ട നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു 10-50 പേര് കൂടുന്ന രീതിയിൽ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നമ്മുടെ ഈ ഒരു പരിപാടി ഇങ്ങനെ നമ്മൾ തുടങ്ങി എന്നൊരു അറിയിപ്പും ഒരു അഡ്വർടൈസും ഒരു പരസ്യവുമായി. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടി എന്താ ജിനേഷ്, നമുക്കൊന്ന് ഇത് ചെയ്താൽ പോരെ? ഒന്ന് ആലോചിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും നമുക്ക് സിൽവർ ജൂബിലിയുടെ ക്ഷീണം തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ നമ്മൾ ഒതുക്കിയത്. ഇനി നമുക്ക് അതിനെക്കുറിച്ചും തീർച്ചയായും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സുരേഷ് സാറെ, നമുക്കെന്നാ ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ചടങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
ഹലോ, നന്ദി ഈ പരിപാടി പറഞ്ഞോളൂ. ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത നല്ല പിന്നെ അഭിപ്രായങ്ങളും നല്ല പാട്ടും ഒക്കെ പാടി തന്ന, ഈ പരിപാടി ഇത്ര പ്രൗഢഗംഭീരമാക്കി തന്ന എല്ലാവർക്കും തുർഗാഭദ്രാപൂർ മലയാളി സമാജത്തിന്റെ പേരിലും സെക്രട്ടറി എന്ന പേരിലും ഞാൻ നന്ദി പ്രകാശനം ചെയ്യുകയാണ്, നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ്. ഇതുപോലുള്ള പരിപാടികൾ ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി ഒന്നുകൂടെ വിപുലമാക്കി ഈ സമാജത്തെ നമുക്ക് ഒരു മികവുറ്റ രീതിയിലാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം, നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് നമുക്ക് റാപ്പ് ചെയ്യാം. ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.